ഞാൻ ഇപ്പൊ എന്ത് കാട്ടണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് കാട്ടണം വെച്ചാൽ ഇന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ട് കോഴിക്കോട് കേട്ടോ. അവിടെ ഒരു കോഴിക്കോട് ബ്ലഡ് കൊടുക്കണം, അതിന് പോയി കൊണ്ടിരിക്കട്ടെ ഞാൻ. ഏകദേശം നേരം പോയി 1 മണിയാകുമ്പോൾ അവിടെ എത്തണ്ടാണ്. അങ്ങനെ അർജന്റിൽ പോകുമ്പോഴാണ് 8 വേറെ പണി. അപ്പൊ ഇവര് രണ്ടാൾ ഇവിടെ പെട്രോൾ കഴിഞ്ഞ് തുടങ്ങി 5 മിനിറ്റ്. അപ്പോൾ ഓലെ ചോട്ടിട്ട് പോലെ നേരെ വർക്ക്ഷോപ്പ് ആയി കൊടുക്കണം പറഞ്ഞു. അതുകൊണ്ട് നേരെ ആയി കൊടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുത്ത മിസ്സാൻ പടച്ചറപ്പ് ഞാനും വീഡിയോയിൽ പെട്ടല്ലോ. കഴിഞ്ഞ ഓല വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടോ. അവിടെ നേരെ കാളി സ്റ്റാൻഡിൽ പോയി അവിടെ വണ്ടി സൈഡാക്കി ചാവിയൊക്കെ അതിലിട്ടിട്ട് നേരെ ബസ് കയറിട്ടോ. ബസ് കിട്ടിയത് നമുക്ക് വണ്ടൂർക്കാണ്. നേരിട്ട് കോഴിക്കോട് ഇപ്പോഴും ബസ്സില്ലാണ്. അങ്ങനെ വണ്ടൂർ ചെന്ന് നിന്നപ്പോൾ കുറെ നേരം പോസ്റ്റായി. അവിടുന്ന് ബസ് കിട്ടാൻ കുറെ വൈകിട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ മഞ്ചേരി കസിട്ട് മഞ്ചേരി കയറി. പിന്നെ പെട്ടെന്ന് അരീക്കോട്ട് ബസ് വൈക്കുന്ന തന്നെ കിട്ടി. അങ്ങനെ അരീക്കോട് ബസ് ഇപ്പൊ തന്നെ 3 ബസ് കയറിട്ടോ ചടച്ചോണ്ടിരിക്കട്ടോ. ഏതായാലും സീറ്റൊക്കെ കിട്ടി ഇരുന്ന് ബസ് പോയിക്കൊണ്ടിരിക്കുക. ബസ്സാണെങ്കിൽ അരിച്ചരിച്ചാ പോണ്. ബസ് ഇന്നത്തെ നാളത്തൊന്നും അറിയില്ല, എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അരീക്കോട് എത്തിയപ്പോൾ ഞാൻ മുന്തിരി ജ്യൂസ് കുടിച്ചു. കാരണം ബ്ലഡ് കൊടുക്കാൻ പോലെ കുറച്ച് എന്തെങ്കിലും വേണ്ട, രാവിലെ ചായ കുടിച്ചാണ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് നേരെ കോഴിക്കോട് ബസ് എത്തി. കോഴിക്കോട് ബസ്സിന് നേരെ പോയി മെഡിക്കൽ കോളേജിന് മുന്നിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് നമ്മൾ ആളവിടെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കുറെ നേരം 1 മണിയായി. ഇപ്പൊ തന്നെ ടൈം ലാബ് 1 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. വേഗം ഏതായാലും പെട്ടെന്ന് വേഗം ലാബ് ചെന്നു. നമ്മൾ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടോ. ഫില്ല് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പോയി ഫുഡ് അയച്ചു തരാൻ പറഞ്ഞു. ഫുഡ് അയച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് അയച്ചുകൊണ്ട് നേരെ തിരിച്ച് ലാബിൽ തന്നെ വന്നിട്ടോ. വന്ന് ഏകദേശം നമ്മൾ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പത്തിന്. അപ്പൊ നമ്മള് രജിസ്ട്രേഷൻ ഒക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ ബ്ലഡ് കൊടുക്കാൻ റെഡി. ബ്ലഡ് കൊടുത്തോണ്ട് കേട്ടപ്പോ അപ്പോഴാണ് ഈ ഏട്ടൻ ചോദിക്കണത് എന്താണ് എന്റെ ബ്ലഡ് ഒരു മുന്തിരി കളർ. അപ്പൊ പറഞ്ഞൂടാ ഏതായാലും ഞാൻ പോകുന്ന മുന്തിരി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാന്ന് അറിയില്ല. അപ്പൊ ഇന്റെ ബ്ലഡ് വരുന്നത് AB പോസിറ്റീവ് ആണ് കേട്ടോ. ഞാൻ ആർക്കെങ്കിലും ബ്ലഡ് ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ട്. ഇത് റയർ ആണെന്ന് പറഞ്ഞത് ഈ ബ്ലഡ്. അപ്പൊ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു. അപ്പൊ അത് കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു ഫ്രൂട്ടി ഒക്കെ തന്നിട്ടായിരുന്നു. ഫ്രൂട്ടി കുടിച്ചാൽ എല്ലാവർക്കും കൊടുക്കണ്ടേ, ബ്ലഡ് കൊടുത്തവർക്ക് ഫ്രൂട്ടി കൊടുക്കണ്ടേ. എല്ലാവരും നല്ല ഹാപ്പിയിൽ കുടിച്ചോണ്ടിരിക്കട്ടെ അവിടെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ തിരിച്ചിട്ടോ. നാട്ടിൽ തിരിച്ചു പോകുന്ന കഴിഞ്ഞാൽ അടുത്ത ബസ് കയറാൻ പോകണം. ബസ് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ബസ് ഇനി എവിടെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. കുറെ നേരം ഞാൻ എടുക്കണം. ഒരുപാട് ബസ് വന്നു പോയി. ആകെ പോസ്റ്റാട്ടോ. ഒരു ബസ് കിട്ടിയതല്ല, ഒന്നും നോക്കില്ല. നേരെ അരീക്കോട്ട് ഒരു ബസ് കയറി. ഈ ചക്കന്റെ വർക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൊതി കണ്ടിച്ചാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ഏതായാലും അങ്ങനെ അരീക്കോട് എത്തി. അരീക്കോട്ട് നേരെ മഞ്ചേരി കേട്ടോ. പിന്നെ ബസ് എത്തി നേരെ മഞ്ചേരി കയറിട്ടോ. മഞ്ചേരി വന്നിറങ്ങി നേരെ അവിടുന്ന് പിന്നെ പാണ്ടിക്കാട്ടേക്ക് ബസ് കയറാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മളെ സുഹൃത്ത് പാണ്ടിക്കാടുണ്ട്. അപ്പൊ അതാണ് അവിടെ ബസ് കയറാൻ. അപ്പൊ ഇതാട്ടോ ഇയാളാട്ടോ. അപ്പൊ ഇയാൾ ചായ തരാൻ ഇറക്കിയാട്ടെ ഇങ്ങോട്ട്. അങ്ങനെ ചായ കുടിച്ചാൽ പോയി കൊണ്ടിരിക്കട്ടെ ഞങ്ങള്. ഞാൻ കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ പോകണം. നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇയാൾ ചായ തരാൻ കുറെ തള്ളി വിട്ടു. മുപ്പത് തള്ളം കെട്ടി ചായ കുടിച്ചു. പിന്നെ തള്ളു പിന്നെ അതിലേറും കേട്ടു. തള്ളി ഏതായാലും ഞാൻ അടുത്ത വൈകുന്നേരമായി നേരെ വണ്ടൂർക്ക് ബസ് കയറി. വണ്ടൂർ ചെന്ന പിന്നെ അവിടെ ഒന്നും ബസ്സില്ല. അവിടെ കുറെ നേരം പോസ്റ്റ്. അപ്പൊ നമ്മൾ തുണക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ആയിട്ട് വന്ന അസറു. അപ്പൊ അസറു കേട്ടത് അസറുവിന്റെ ഒപ്പം പോയി കൊണ്ടിരിക്കുന്ന കാളിക്ക്. അങ്ങനെ നമ്മൾ കാളുകളിലെത്തി നമ്മൾ ബൈക്ക് എടുത്തിട്ട് നേരെ പേരേക്ക് വിട്ടിട്ടു. അപ്പൊ നമ്മളെല്ലാവരും മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ.